പാല കെ മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു. ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ മെഡിസിൻ റിഹാബിലിറ്റേഷൻ ചികിത്സാ വിഭാഗത്തിന്റെ ഭാഗമായാണ് ആർട്ടിഫിഷ്യൽ ലിംബ് ഫിറ്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഫിസിയോതെറാപ്പി വിഭാഗവും സ്പീച്ച് ആൻഡ് ഓഡിയോളജി വിഭാഗവും ഇതിനോടനുബന്ധിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അംഗഹീനർക്ക് കൃത്രിമ കാലുകൾ, കൈ നഷ്ടമായവർക്ക് കൃത്രിമ കൈകൾ, പോളിയോ ബാധിതർക്കും അപകടം മൂലം അംഗഭംഗം സംഭവിച്ചവർക്കും ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ ഇവിടെ നിന്നും ലഭ്യമാകും. മുട്ടുവേദന, നട്ടെല്ലിന് ക്ഷതം, കഴുത്ത് വേദനക്കാർ എന്നിവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ക്രച്ചസ്, വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ, ഷോൾഡർ ബാഗ്, കാൽമുട്ട് സഹായം എന്നിവയും ഈ കേന്ദ്രം വഴി ലഭ്യമാകും. 25 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും സംസ്ഥാനത്തെ 10ാമത്തെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നും ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ ടി.പി. അഭിലാഷ് പറഞ്ഞു. ആരോഗ്യവകുപ്പിന് കീഴിൽ ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ഏക സെന്റർ കൂടിയാണിത്. 2 ടെക്നീഷ്യന്മാരുടെ സേവനമുണ്ട്. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇത്ര മനോഹരമായിട്ട് ഇത്ര ചിട്ടയോടുകൂടി ആർട്ടിഫിഷ്യൽ ലിംസ് നമ്മുടെ അവയവങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള ആൾക്കാർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു മഹനീയമായ മുഹൂർത്തം. ഇപ്പം നമ്മൾ കണ്ടു, റാണി മോൾ എന്ന് പറയുന്ന ഒരു ലേഡിയെ അവർ തളർവാദം വന്നത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നടക്കാൻ സാധിച്ച ഒരു മഹനീയ മുഹൂർത്തമൊക്കെ എന്നും അവരുടെയൊക്കെ മനസ്സിൽ അവിസ്മരണീയ നിമിഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം. നമ്മുടെ ആശുപത്രി ഒന്നിനൊന്ന് ഉയർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിദഗ്ധരായാലും അതുപോലെ അർപ്പണബോധമുള്ള ഡോക്ടർമാരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നമ്മുടെ ആശുപത്രി ഒന്നിനൊന്നിനെ മെച്ചപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്രണ്ട് ഡോക്ടർ ടി.പി. അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, വികസനകാര്യ സേന സമിതി അധ്യക്ഷൻ സാവിയോ കാവുകാട്ട്, കൗൺസിലർമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭ പദ്ധതി വിഹിതത്തിൽ നിന്നും 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ കേന്ദ്രത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല.